വവൽസ് ആൻഡ് കോൺസണൻസ് അല്ലേ? ആ വവൽസും കോൺസണൻസും നമ്മൾ പഠിക്കാനുള്ള സാധനം. ഇതിന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യത ഉള്ളത്, ഒരു സാധ്യത 3 ടൈം ടേബിൾ ചോദിക്കാം. എന്താ 3 ടൈം ടേബിള്? അതുപോലെ പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷൻ വെച്ച് ചോദിക്കാം, മാനർ ഓഫ് ആർട്ടിക്കുലേഷൻ വെച്ച് ചോദിക്കാം. അതാണ് ഇതിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്ന, നമ്മള് എക്സ്പെക്ട് ചെയ്യേണ്ട സൗണ്ട്. അല്ലെങ്കിൽ വേറൊരു സൗണ്ട് വന്നിട്ട് അതില് പാരറ്റൽ സൗണ്ട് ആണോ, ഡെന്റൽ സൗണ്ട് ആണോ, ഫ്രിക്കേറ്റീവ്സ് ആണോ, ഫ്രിക്കേറ്റ്സ് ആണോ, നേസൽ ആണോ, നേസലൈസ്ഡ് ആണോ, അങ്ങനെ ചോദിക്കാം. അതുമാണ് ഇതിന് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഒരു എല്ലാം കൂടെ മനപ്പാടാക്കി വെക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല എന്നാ കാര്യം. ഇത് 3 ടൈം ടേബിൾ ചോദിക്കുകയാണെങ്കിൽ കിട്ടാൻ സാധ്യത എന്ന് വെച്ചാല് വോയിസ്ഡും വോയിസ്ലെസ്സും ആണ്. നമുക്ക് 2 സൗണ്ട് അല്ലെ. അപ്പൊ അത് ഏതെങ്കിലും ഒന്ന് പഠിക്കാം. 24 സ്പീച്ച് സൗണ്ട് കോൺസൗണ്ട് അറിയുന്നതാണല്ലോ. അതിൽ വോയിസ്ഡും വോയിസ്ലെസ്സും ഉണ്ടാവും. ആ വോയിസ്ഡോ അല്ലെങ്കിൽ വോയിസ്ലെസ്സോ എന്തെങ്കിലും ഒരു ഇതുണ്ടാക്കി വെച്ച് പഠിക്കാം. എന്തെങ്കിലും ഒരു പാട്ട് പോലെ എങ്ങനെ പഠിക്കാം. ഞാൻ പഠിച്ച അങ്ങനെ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ കുറെ ഒക്കെ അറിയുന്നുണ്ട്. ഡെന്റൽ സൗണ്ട്സ് ഏതൊക്കെയാ? ഡെന്റൽ സൗണ്ടുകള്, ഡെന്റല് ഏതൊക്കെയാ? എന്താടോ? ലേബിയോഡെന്റലോ, ലേബിയോഡെന്റൽ, ഫൂവ്, ഇതൊക്കെയാണ് എന്ത്. അത് ബാക്കിയുള്ള കുറെയൊക്കെ നമുക്ക് അറിയുന്ന പോർഷനുകൾ ഉണ്ടാവും. അറിയുന്ന ഒന്നും കൂടി വായിച്ച് സ്ട്രോങ് ആക്കി വെക്കുക, അറിയാത്തതൊന്നും പഠിക്കുകയും ചെയ്യാം. ആ വോയിസിനും വോയിസസും എന്താ, ഏതെങ്കിലും ഒന്ന് മാത്രം പഠിക്കുക. ഒന്നുകിൽ വോയിസ് ഫുള്ള് പഠിക്കുക, അല്ലെങ്കിൽ വോയിസസ് ഫുള്ള് പഠിക്കുക. ഏറ്റവും കുറവ് നോക്കുക മാത്രം പഠിച്ചാൽ മതി. ഏറ്റവും കുറവ് മിക്കവാറും വോയിസസോ മിക്കവാറും കുറവുണ്ടാവാം. വോയിസ്ലെസ് വികാരം കുറഞ്ഞതുണ്ടാവാം. ബാക്കി ഓൾമോസ്റ്റ് എല്ലാം വോയിസ് തന്നെയാണ് നമുക്ക് ഇതിൽ വരുന്നത്. ഓക്കെ, അതാണ് നമ്മൾ നോക്കി പോകേണ്ട കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഇന്ന് നോക്കി പോകുമ്പോൾ ഏതാണ് നമ്മുടെ കോൺസെപ്റ്റ്സ് നോക്കാം കേട്ടോ. വവൽസ് ഒന്നും കൂടി നോട്ട്സ് ഒന്നും കൂടി അതിൽ കുറച്ച് നമ്മൾ ആഡ് ചെയ്യാനുണ്ട്. അപ്പൊ അവിടെ ഞാൻ ആഡ് ചെയ്തിട്ട് വവൽസ് നമ്മൾ ഒരു 1/2 മണിക്കൂർ മാക്സിമം ഉണ്ടാവുള്ളൂ. വവൽസ് അതിന് മാത്രം പറയാനില്ല. അപ്പൊ പറഞ്ഞു വവൽസും കോൺസണൻസും ആണ് 2 സംഭവങ്ങള്. വവൽസ് നമുക്ക് പിന്നെ ചെയ്യാം. നമുക്കിപ്പോ എന്ത് ചെയ്യാം, കോൺസണൻസ് നമുക്ക് നോക്കാം കേട്ടോ. ഇതൊക്കെ അറിയില്ലേ? വവൽസിന്റെ ഓഫ് ആർ പി എത്ര, ടോട്ടൽ നമ്പർ ഓഫ് സൗണ്ട്സ് എത്രയാ? ടോട്ടൽ നമ്പർ ഓഫ് സൗണ്ട് 44. 20 വവൽസ് ആൻഡ് 24 കോൺസണൻസ് അല്ലേ? 20 വവൽസ് ആൻഡ് 24 കോൺസണൻസ്. കാണുന്നില്ല. നമ്മള് ഷെയർ ചെയ്തിട്ടില്ല ചോദിച്ചിരിക്ക. ഞാൻ എപ്പോഴോ ഷെയർ ചെയ്ത പോണം. ഇവിടെ പാലപ്പുറം നേർച്ചയാണ് കേട്ടോ, അതിന്റെ സൗണ്ട് ഉണ്ടാവും. ചോറ് എപ്പ കിട്ടി? മൗലി കേൾക്കണ്ടാ? കിട്ടും പരമാവധി. പടച്ചവനോട് എല്ലാരും ഓരോരോ പടച്ചവന്മാരെ ദ്വാരക്ക. ഞാൻ ദ്വാരക്കുന്നില്ല, ഞാൻ എന്റെ ദ്വാരക്ക് കുറവൊന്നുമില്ല. അതിന്റെ കൂടെ നിങ്ങളെ ദ്വായം കൂടി ആവുമ്പോ എന്തായാലും പടച്ചവൻ തരും, തരാണ്ടൊക്കൊന്നുമില്ല. ദ്വായ മാത്രം പോരാട്ടോ. മനസ്സിലാക്കിയിട്ടില്ല. പിന്നെ നമ്മൾ ദ്വായ മാത്രം പോരാ, പ്രാർത്ഥിച്ചാൽ മാത്രം കാര്യമില്ല. നമ്മളെ പണിയെടുക്കും വേണം. ഒരു സൈഡ് നമ്മളെ പണിയെടുക്കുകയും ചെയ്യാം, ഒരു സൈഡിൽ എന്ത് ചെയ്യാ, പ്രാർത്ഥിക്കുകയും ചെയ്യാം. രണ്ടും വേണം. അപ്പൊ ഞാൻ ഒരു വീഡിയോ കണ്ടു, ഒരു എന്താണ് ഒരു ഇതൊന്നും ഓർമ്മയില്ല, ഇല്ലൊരു അതുപോലെ സമയം പാടണ്ട, വെറുതെ നമുക്ക് നമ്മളെ ക്ലാസ് വേണം തീർക്കാം. നിങ്ങളെ സമയം വിലപ്പെട്ടതാണ്, എന്റെ സമയം വിലപ്പെട്ടതാണ്, എല്ലാവരുടെ സമയം വിലപ്പെട്ടതല്ലേ. അപ്പോൾ വേഗം പോർഷൻ തീർക്കാം. ഓക്കെ, ഇവിടെ പറഞ്ഞു വവൽസ് കോൺസ്റ്റൻസ് പറഞ്ഞു. അതുപോലെ തന്നെ ഇതൊക്കെ പറയാനുള്ള നമുക്ക് കേട്ടോ. ഈ ഇൻഡസ്ട്രി ഇൻ RP, the prestigious accent of British English, there are 20 vowel sounds. In 20 vowel sound, 12 are pure vowels ആണ് അല്ലേ? Also known as monophthongs. There are 8 diphthongs. Diphthongs പറഞ്ഞാൽ diphthongs. Monophthongs are single steady vowel sounds produced with a relatively fixed mouth position. They do not change quality during the articulation. അല്ലേ? A, E, U ഇതൊക്കെ എന്താണ്? മോണോഫ്തോങ്സ് ആണ്. ഇതിന് എന്ത് ചെയ്യൂല, ഇതിന് നമുക്ക് they do not change quality during the articulation. അത് ആർട്ടിക്കുലേഷൻ സമയത്ത് എന്ത് അതിന്റെ ക്വാളിറ്റി ഒരിക്കലും ചേഞ്ച് ആവില്ല, സെയിം തന്നെ ആയിരിക്കും.
അതാണ് ഈ അതിലെ മോണോഫ്തോങ്സിന് പ്യൂർ വോവൽസിന് എത്ര ഷോർട്ട് വോവൽസ് ഉണ്ട്? There are 7 short vowels and long vowels 5. പിന്നെ പറഞ്ഞ സമയമില്ല, ഇത് ഡീറ്റെയിൽ പറഞ്ഞുതരാം കേട്ടോ. ഡിഫ്തോങ്സ് പറയാം. ഡിഫ്തോങ്സ് ആർ വോവൽ ഗ്ലൈഡ്സ് ആർ ഡിഫ്തോങ്സുകള്. എന്താ വോവൽ ഗ്ലൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? Diphthongs are vowel sounds where the tongue glides from one position to another within a single syllable. അല്ലേ? ഒരു സിംഗിൾ സിലബിൾ തന്നെ എന്തായിരിക്കും വോവൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്ലൈഡിങ് ഉണ്ടാവും. അതാണ് എന്ത്? That's why it's called as diphthong. എക്സാമ്പിൾ നോക്കാം. ഫേസ് സൗണ്ടിലും ഇതെന്താണ്? ഒരു ഗ്ലൈഡ് വന്നു അല്ലേ? ഐ, പ്രൈസ്, ചോയ്, ഓയ്, മൗത്ത്, ഔ, ഗൗട്ട്, ഓ. ഇത് നമ്മൾ പറഞ്ഞാൽ കറക്റ്റ് ഒന്നും ആവില്ല, നമ്മൾ പറയുമ്പോ അവിടെ പറയുന്നു മാത്രം കേട്ടോ. ഇതൊക്കെ പിന്നെ നോക്കാം, ഇതൊക്കെ നമുക്ക് നോക്കാനുള്ളതാണ്, നമുക്ക് നോക്കാനുള്ള സാധനം. കോൺസണൻസ് നമുക്ക് ഡീറ്റെയിൽ നോക്കാം കേട്ടോ. എ കോൺസണന്റ് ഇസ് എ സ്പീച്ച് സൗണ്ട് ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് വിത്ത് എ കംപ്ലീറ്റ് ഓഫ് ഓർ പാർഷ്യൽ ക്ലോഷർ ഓർ ഇറ്റ് ക്യാൻ ഓൾസോ ഡിഫൈൻഡ് ആസ്, എന്നോട് മോള് പറഞ്ഞിരുന്നു വോവൽസിന് പറഞ്ഞിരുന്നു ഓപ്പൺ അപ്രോക്സിമേഷൻ അല്ലേ? എന്തായിരുന്നു? ആ എവിടെ സ്ട്രക്ചർ ഓഫ് ഓപ്പൺ അപ്രോക്സിമേഷൻ. ഇതെന്താണ് സ്ട്രക്ചർ ഓഫ് ഓപ്പൺ അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വിത്തൗട്ട് എനി ഒബ്സ്ട്രക്ഷൻ, വിത്തൗട്ട് എനി ഒബ്സ്റ്റക്കിൾ എയർ ക്യാൻ ഫ്രീലി മൂവ് അല്ലേ? അതാണ് എന്ത് വോവൽ സൗണ്ടിന്റെ പ്രത്യേകത. ഫ്രീലി ത്രൂ ദ മൗത്ത്. അതായത് വോവൽ സൗണ്ടിന് എന്ത് വേണ്ട ആവശ്യമില്ല, ഒരു ഒബ്സ്ട്രക്ഷനോ അല്ലെങ്കിൽ ഒരു ഒബ്സ്റ്റക്കിളോ ഒന്നും, അത് ഫ്രീലി പോകും. അതുകൊണ്ട് ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് ആസ് ഓപ്പൺ അപ്രോക്സിമേഷൻ. സ്ട്രക്ചർ ഓഫ് ഓപ്പൺ അപ്രോക്സിമേഷൻ. അറ്റ് ദ സെയിം ടൈം കോൺസണൻസ് ആർ ക്ലാസിഫൈഡ് ആസ് എന്താണ്? ക്ലോസ്ഡ് അപ്രോക്സിമേഷൻ കേട്ടോ. സ്ട്രക്ചർ ഓഫ് ക്ലോസ്ഡ് അപ്രോക്സിമേഷൻ ഓർത്ത് വെക്കണം. അവിടെ ആ നോട്ടിൽ പോയിന്റ് കൊടുത്തില്ല കൊടുക്കാനുള്ള കാരണം കൺസണൻസ് യൂഷ്വലി ഒക്കർ അറ്റ് ദ ബിഗിനിങ് ഓർ എൻഡ് ഓഫ് എ സിലബിൾ ആൻഡ് ആർ ടിപ്പിക്കലി ലെസ് പ്രൊനൗൺസ്ഡ് ദാൻ വോവൽസ് അല്ലേ? ഒരു സിലബിൾ ഉണ്ട് അല്ലെങ്കിൽ ഒരു വേർഡിന്റെ എൻഡിലോ അല്ലെങ്കിൽ ആദ്യത്തിലോ ആണ് ഇവിടെ വരിക സിലബിൾ വരിക, അല്ല കോൺസണൻസ് വരിക. സെൻട്രൽ സിലബിൾ അത് എപ്പോഴും എല്ലായ്പ്പോഴും അങ്ങനെ ആയിക്കോന്നില്ല കേട്ടോ. അപ്പൊ 8 എന്ന് പറയുന്ന സൗണ്ടിന്റെ എന്താണ് ഫസ്റ്റ് സിലബിൾ? എന്താ ഫസ്റ്റ്? ഇതെന്താ സൗണ്ട്? ഏതാ? വോവൽ അല്ലേ? എല്ലായ്പ്പോഴും അങ്ങനെയല്ല, മോസ്റ്റ് ഓഫ് ദി കേസസ് നമ്മൾ ഒരു വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് കോൺസണന്റ് സൗണ്ടിലായിരിക്കാം എന്ന് പറഞ്ഞത്. ആ വോവൽ സൗണ്ട് വിളിക്കുന്ന പേരെന്താ? ഓർമ്മയുണ്ടോ? അതല്ല, വോവലിന് ഒരു സിലബിളിലുള്ള അല്ലെങ്കിൽ ഒരു വേർഡിലുള്ള ഒരു വോവൽ വിളിക്കുന്ന പേരാ വോവൽ ന്യൂക്ലിയസ്. മറന്നു പോകട്ടോ, മറന്നു പോകരുതേ. ഓർമ്മ ഉണ്ടാവണം, അതൊക്കെ മുന്നിൽ പറഞ്ഞാണ്. Then general description of confidence. Okay. Refers to how air is pushed out from the lungs to produce sound. Airstream mechanism പഠിച്ചു ഓർമ്മയുണ്ടോ? In English language, which airstream mechanism that we use? വേം പറയും. ഏതാ? പൾമോണിക് അഗ്രസീവ് ആണ് കേട്ടോ, മറന്നു പോകാതെ. പൾമോണിക് അഗ്രസീവ് ഓൾമോസ്റ്റ് എല്ലാ ലാംഗ്വേജിലും യൂസ് ചെയ്ത്. ഏത് ലാംഗ്വേജ് ഏതിനാണ്? ഓൾമോസ്റ്റ് കുറെ ലാംഗ്വേജുകളും മോസ്റ്റ് കോമൺ മെക്കാനിസം ഇൻ ഇംഗ്ലീഷ് ആൻഡ് മോസ്റ്റ് വേർഡ് ലാംഗ്വേജസ്. പൾമോണിക് അഗ്രസീവ് ആണ്. പൾമോണിക് അഗ്രസീവ് അതിന് സംഭവം എന്താ? നമ്മൾ എവിടെന്നാ എയർ എടുക്കുന്ന? എവിടെന്നാ? ലങ്സിൽ നിന്നും എയർ എടുത്തിട്ടാണ് നമ്മൾ സൗണ്ട് ഉണ്ടാക്കുന്നത് കേട്ടോ, മറന്നു പോണ്ടേ. ഒന്നും പറഞ്ഞു പോണില്ല. സ്റ്റേറ്റ് ഓഫ് ഗ്ലോട്ടിസ് ഇൻഡിക്കേറ്റ്സ് വെദർ ദ വോക്കൽ കോഡ്സ് വൈബ്രേറ്റ് ഓർ നോട്ട്. നമുക്കറിയാം കോൺസണന്റ് സൗണ്ട്സ് ആർ, അതിൽ വോയിസ്ഡും ഉണ്ട് വോയിസ്ലെസ്സും ഉണ്ട്. പക്ഷെ വവൽസ് എന്താണ്? വവൽസിൽ വോയിസ്ലെസ് ഉണ്ടോ? എല്ലാം വോയിസിലാണ് വോവൽസ് കേട്ടോ. പക്ഷെ കോൺസണൻസ് എന്താണ്? വോയിസ്ഡ് ഉണ്ട് വോയിസ്ലെസ് ഉണ്ട്. ഓർത്ത് വെക്കണം, മറന്നു പോയത്. വോയിസ് എന്ന് പറഞ്ഞാൽ വോക്കൽ കോഡ്സ് വൈബ്രേറ്റ് അല്ലേ? നമ്മൾ എക്സാമ്പിൾ ഒരു സൗണ്ട് പ്രൊഡ്യൂസ് പ്രൊഡ്യൂസ് സമയത്തുണ്ടാവും നമ്മുടെ വോക്കൽ കോഡ്സ് എന്ത് ചെയ്യും? വൈബ്രേഷൻ ഉണ്ടാവും. വോയിസ്ഡ് സൗണ്ട്. വോയിസ്ലെസ് ആണെങ്കിലോ നിങ്ങൾക്ക് ഈ ഇത് പ്രശ്നം ഉണ്ടോ? മൗലൂദിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടോ? ഉള്ളിരിക്കണോ? ഓക്കെ. വോയിസസ് എന്ന് പറഞ്ഞാൽ എന്താ? വോക്കൽ കോഡ്സ് ഡു നോട്ട് വൈബ്രേറ്റ് വെൻ ദ പ്രൊഡക്ഷൻ. ഇതാണ് എന്ത്? നമുക്ക് ഇപ്പം വൈബ്രേഷൻ തോന്നും, പക്ഷെ വൈബ്രേഷൻ ഉണ്ടാവാൻ പാടില്ല. ആര് പറയണത്? ഇതുണ്ടാക്കി അവർ പറയണം കേട്ടോ. അത് വോയിസ് എന്താണ്? വോയിസ് അർത്ഥല്ലേ? വോയിസ് റെഡി അല്ലേ? സ്റ്റേറ്റ് ഓഫ് ഗ്ലോട്ടിസ് റെഡി അല്ലേ? ഓക്കെ. ഇനി അടുത്ത് നോക്കാം. പൊസിഷൻ ഓഫ് സോഫ്റ്റ് പാർട്ട് അല്ലെങ്കിൽ വീലം. വീലം എന്താ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആ സാധനം? ബാക്ക് ഓഫ് ദി ടങ് അല്ലേ? ഓർമ്മയുണ്ടോ? ഞാൻ കാണിച്ചുതരാം, അതിന്റെ ആ സംഭവം കാണിച്ചുതരാം. ടങ്ങിന്റെ ബാക്കല്ല, മൗത്തിന്റെ ബാക്ക്. സോഫ്റ്റ് പാർട്ട് അല്ലെങ്കിൽ വീലം അല്ലെങ്കിൽ ഉവുല. ഓർമ്മല്ലേ? സോഫ്റ്റ് പാർട്ട് അല്ലെങ്കിൽ വീലം. ഉവുലായിട്ട് അതിന്റെ ബാക്കിൽ ഉവുലം. അതായത് നമുക്ക് മൗത്തിന് എത്ര പാർട്ടുള്ളത്?
ഏറ്റവും ഫ്രണ്ട് ടീത്ത്, തൊട്ട ബാക്കിൽ എന്താ ഫ്രണ്ട് ടീത്ത് റിഡ്ജ്, ഹാർട്ട് അല്ലെങ്കിൽ അതിനുശേഷം അല്ലെങ്കിൽ ആ. ടീത്ത് റിഡ്ജ് അല്ലെങ്കിൽ alveolar ridge. ആൽവിയോളർ alveolar റിഡ്ജ് ridge. അല്ലെങ്കിൽ ആൽവിയോളം, മറന്നു പോകണ്ട. അതിന്റെ ബാക്കിൽ എന്താ ഹാർഡ് പാലറ്റ് അല്ലെങ്കിൽ Hard palate. അല്ലെങ്കിൽ പിന്നെ soft palate. അത് ഹാർഡ് പാലറ്റിന് നമ്മളിങ്ങനെ വേറെ നാവിനെ പേരെന്താ? ടച്ച് ചെയ്ത് പഠിച്ചാൽ മതി, എന്നാ മറക്കൂല. എന്ത് എന്ത് നാവിനെ എന്താണ് കൊണ്ട് മേലേക്ക് ടച്ച് ചെയ്തിട്ട് പഠിച്ചാൽ മതി, എന്നാ മറക്കൂല. ആ ഹാർഡ് പാലറ്റിന് വേറെ പേര് പറയും. കോൺവെക്സ് ഏരിയ അല്ലെങ്കിൽ കോൺകേവ് പാർട്ട്, കോൺവെക്സ് പാർട്ട് ഏതാ? അത് സാറ് നോട്ടിലില്ലല്ലോ. അതങ്ങനെ നോക്കി ഇല്ലാണ്ടൊക്കെ ഞാൻ പറഞ്ഞാണല്ലോ. കോൺകേവ്. ആ ഇല്ല, കോൺകേവ് ഞാൻ ഇന്നലെ ഞാൻ പഠിച്ചത്. ഞാൻ പറഞ്ഞാണൊക്കെ പോയിന്റ് ചെയ്യാന്. ഒന്ന് ക്ലാസ് പറഞ്ഞുതരുമോ കോൺകേവ് എന്തായിരുന്നു? കോൺകേവ് ആണ് ഹാർഡ് പാലറ്റ്. ഒരു ആ നോക്കട്ടെ. കോൺവെക്സ് ഹാർഡ് സോഫ്റ്റ് കണ്ടില്ല. പാലറ്റും. ഒരു സെക്കൻഡ്. കോൺവെക്സ് സോ ഓക്കെ. ആ കോൺവെക്സ് സോഫ്റ്റും കോൺകേവ് ഹാർഡ് പാലറ്റ് കേട്ടോ. അപ്പോ ഇതാണ് നമ്മളെ മൗത്ത് എന്നുണ്ടെങ്കിൽ നോക്കിക്കോളൂ. ഇതാണ് മൗത്ത്, ഇതിന്റെ വരെയാണ് ഇത് പല്ല്, അല്ല ഇത് പല്ല്. ഇത് തൊട്ട ബാക്കിലുള്ള ഭാഗത്ത് വെക്കുന്ന പേരെന്താ? ടീത്ത് റിഡ്ജ്. ടീത്ത് റിഡ്ജ്. Teeth ridge. അതിന് ബാക്കിലുള്ള ഭാഗത്ത് ഈ ഭാഗത്ത് വെക്കുന്ന എന്താ? ഹാർഡ് പാലറ്റ്. Hard palate. പിന്നെ ഈ Palate. ഭാഗത്ത് സോഫ്റ്റ് പാലറ്റ് അല്ലെങ്കിൽ Soft palate. വീലം. വീലം. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഇനി ടങ് പോഷൻ ഞാൻ കാണിച്ചു തരാം. ടങ് പൊസിഷൻസ് കാണിച്ചു തരാം. എവിടെയാ? ഇവിടെ അതിന് ബാക്കില് വീലത്തില് ഒരു സംഭവം കണ്ടോ നിങ്ങള്? ഒരു ഒരു സാധനം, നൂല് പോലെ തൂങ്ങിക്കിടക്കുന്ന സാധനം. സാധനം കാണാ? അതാണ് ഉബുല. ലിപ് ലൈക്ക് സ്ട്രക്ചർ. ഒരു ഇങ്ങനെ തൂങ്ങി കിടക്കൂലേ? നമ്മളെ തല വായ തുറന്നു നോക്കി. നിങ്ങളുടെ അടുത്ത് നിങ്ങളെ കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? അത് വായ തുറപ്പിക്കുക. അപ്പോൾ കാണാൻ ഒരു മണി ഇങ്ങനെ ആട് കിടന്ന് ആടും. ആണ് ഞാൻ കാണിച്ചു തരാം. ഹാർഡ് പാലറ്റിന്റെ ടേം എന്നാ? അത് കോൺകേവ്. കോൺകേവ് കാണിച്ചതാ. അതല്ല, ഈ സോഫ്റ്റ് പാലറ്റിന് വീലം എന്ന് പറയുന്ന പോലെ ഹാർഡ് പാലറ്റിന് ഒരു പേരില്ലേ? എങ്ങനെ? സോഫ്റ്റ് പാലറ്റിന് വീലം എന്ന് പറയുന്ന പോലെ ഹാർഡ് പാലറ്റിന് ഒരു പേരുണ്ടാ? ഇല്ല, അങ്ങനെ പേരില്ല. എല്ലാത്തിനും പേര് കൊടുക്കുന്നില്ല. അൽവിയോളാർ ടീത്ത് റിഡ്ജ് അല്ലേ? അത് അൽവിയോളർ ടീത്ത് റിഡ്ജ് ആണ്. അതല്ല, ഞാൻ പറഞ്ഞുതരാം. ഉബുല ഞാൻ കാണിച്ചു തരാം. ആൽവിയോളാർ റിഡ്ജ്, ആൽവിയോളം 3 ഒന്നാണ്. ഉബുല അത കണ്ടാ? ഈ സാധനം കണ്ടാ? ഇയാൾക്ക് പല്ലൊന്നും ഇല്ലേ? കുട്ടിയാ. ഇതാണ് ഉബുല. കണ്ടാ ഈ സാധനം? ഇതാണ് ഉബുല. ഒരു മിനിറ്റ്. ഇതാണ് ഉബുല. കണ്ട ഉബുല? തൊട്ട മുകളിൽ സോഫ്റ്റ് ആയിട്ട്, തൊട്ട മുകളിൽ ഹാർഡ് പാലറ്റ്, തൊട്ടപ്പുറത്ത് ടീത്ത് റിഡ്ജ്. ഇനി ടങ് പൊസിഷൻ കാണിച്ചുതരാം. ടങ് പൊസിഷൻ അത് ഓർത്ത് കൊടുത്തത്. ഇനി പിന്നെ നമുക്ക് ബാക്ക് അടിക്കാൻ സമയം ഉണ്ടാവില്ല. ടങ് പൊസിഷൻ. ഹാർഡ് പാലറ്റിന് പാലറ്റ് എന്ന് പറയും. അത് ഹാർഡ് പാലറ്റ് ഉപയോഗിച്ചുകൊണ്ട് സൗണ്ടാണ് ഹാർഡ് പാലറ്റ് സൗണ്ട് വിളിക്കുക കേട്ടോ. ഇതാണ് എന്ത് കാണുണ്ടോ? ഇതാണ് നമ്മുടെ ടങ്ങില് ഏറ്റവും അറ്റ വിളിക്കുന്ന പേരെന്താ? ടിപ്പാണ്. ഇതാണ് എന്ത്? ടിപ്പ്. ഇതാൻ പറ്റുന്നില്ല. ഇത് ടിപ്പിന് തൊട്ട ബാക്കിൽ സാധനം എന്താ? ബ്ലേഡ്. ഈ ടിപ്പും ബ്ലേഡ് ഒരുമിച്ച് സാധനം എന്താ? ഈ ടിപ്പും ബ്ലേഡ് ഒരുമിച്ച് വിളിക്കുമ്പോഴേ ടിപ്പും ബ്ലേഡും കൂടി അപ്പെക്സ്. ബ്ലേഡ് കഴിഞ്ഞ അടുത്തെന്താ? ഫ്രണ്ട്. പിന്നെയോ? ടിപ്പും ബ്ലേഡിനെയും കൂടെ എന്താ വിളിക്കുന്നത്? അപ്പെക്സ് അൾട്ടിമ. ഓർമ്മയില്ലേ? ഫ്രണ്ട് കഴിയുമ്പോൾ അടുത്ത് എന്താ? ബാക്ക്. ഇത്രേ ഉള്ളൂ കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോ അതാണെന്ത്? ഇവിടെ സാധനം ഇവിടെ. ഓക്കെ. Place of articulation refers to location in the vocal tract where the hair flow is obstructed. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ്. ഇതാണ് നമ്മൾ പഠിക്കേണ്ട സാധനങ്ങൾ. പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എവിടെയാണ് നമ്മുടെ ഈ എയർ, ലങ്സിലുള്ള എയർ വന്നിട്ട് ഒബ്സ്ട്രക്ഷൻ വരുമല്ലോ. അതായത് ലങ്സിലുള്ള എയർ ഇങ്ങനെ വന്ന് ഒരു സ്ഥലത്തെത്തുമ്പോൾ നിൽക്കണമല്ലോ. അപ്പോഴാണല്ലോ ഇത് നമ്മുടെ മൗത്തിലുള്ള ആർട്ടിക്കുലേറ്റേഴ്സിന്റെ അവിടെ വേണ്ടി തട്ടിയിട്ടാണല്ലോ ഈ സൗണ്ട് ഉണ്ടാകുന്നത്. അല്ലാണ്ട് നേരെ പോവാണെങ്കിൽ സൗണ്ടായി മാറില്ലല്ലോ. ഓരോ ഓർഗൻസിലും ഓരോ സമയങ്ങളും ഓരോ തട്ടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അതൊരു ഇതായിട്ട് മാറുന്നത്. ഏതായിട്ട് മാറുന്നത്? സൗണ്ട് ആയിട്ട് മാറുന്നത്. അപ്പൊ നമ്മൾ പഠിക്കുന്നത് ടൈപ്സ് ഓഫ് പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷൻ. ബൈലേബിയൽ സൗണ്ട്. എന്താ ബൈലേബിയൽ? പറഞ്ഞോടി.
Lips are involved in the രണ്ട് articulation of ലിപ്പും ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന സൗണ്ട് വിളിക്കുന്ന പേരാണ് ബൈലേബിയൽ അല്ലേ? ആർട്ടിക്കുലേറ്റേഴ്സ് ഇൻവോൾവ്ഡ് ബോത്ത് ലിപ്സ്, അപ്പർ ലിപ്പും ലോവർ ലിപ്പും. എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. പ് എന്ന് പറഞ്ഞു, പ് പറഞ്ഞാലേ പറഞ്ഞ കണി. പ് എന്ന് പറയുമ്പോൾ നമ്മൾ ചുണ്ട് ഉപയോഗിക്കുന്നില്ലേ? പ്. പ് ഈസ് ഓൾസോ എൻ എക്സാമ്പിൾ ഓഫ് പ്ലോസീവ്. പ്ലോസീവ് എന്ന് പറഞ്ഞാൽ എന്താ? പ്ലോസീവ്സ് എക്സ്പ്ലോഷൻ. നമ്മള് ആ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്തേലും ഒരു എക്സ്പ്ലോഷൻ അല്ലെ, ഒരു സ്ഫോടനം നടക്കുമ്പോൾ നമ്മളെ വീട്ടില് നമ്മളെ വായിനുള്ളിൽ ചിലവർക്ക് ആ സ്ഫോടനം നടക്കുന്ന സമയത്ത് നല്ല മണം ഉണ്ടാവും. എന്റെ വൈഫ് എപ്പോഴും പറയണത് ഇതിനെ കുറിച്ച് കംപ്ലൈന്റ് ആണ്. ഞാൻ പല്ലേക്കലില്ല, എന്റെ വായ നല്ല വയനാട്ടിൽ പറയുന്നത്. അതാണ് എന്തേ എക്സ്പ്ലോഷൻ. ബൈലേബിയൽ എന്താണ്? ആർട്ടിക്കുലേറ്റേഴ്സ് ഇൻവോൾവ്ഡ് ബോത്ത് ലിപ്സ്. എക്സാമ്പിൾസ് പ്, ബ്, മൂവ്. എക്സാമ്പിൾസ് പാറ്റ്, ബാറ്റ്, മാറ്റ്, വിൻ അല്ലേ? The airflow is stopped or modified by the lips coming together. Clear ആണോ? ബൈലേബിയൽ റെഡി അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ. അടുത്ത ലേബിയോ ഡെന്റൽ. എന്താ ലേബിയോ ഡെന്റൽ എന്ന് പറയുന്നത്? ലിപ്സ്, ലോവർ ലിപ്പ്. ലോവർ ലിപ്പ്. ഇവിടെ ഓർത്ത് വെക്കണേ, ഇവിടെ ഏത് ലിപ്പ് നമ്മൾ യൂസ് ചെയ്യാ? ലോവർ ലിപ്പാണ് യൂസ് ചെയ്യാ. ലിപ്പ് എന്ന് പറയുമ്പോ നിങ്ങൾ അപ്പർ ലിപ്പാണോ ലോവർ ലിപ്പാണോ ടീത്തുമാർ കൂട്ടിമുട്ടിക്കണത്? lower lip. ലോവർ ലിപ്പ് അല്ലേ? അപ്പൊ ലോവർ ലിപ്പ് ആൻഡ് അപ്പർ ഫ്രണ്ട് ടീത്ത്. ലോവർ ലിപ്പ് ഇത് കറക്റ്റ് ഓർത്ത് വെക്കണം. ഇതിൽ ഏതൊക്കെ ലേബിലൊക്കെ ഏത് ടിപ്പാണ്, ഏത് ടീത്താണ്, ഏത് ലിപ്പാന്ന് കറക്റ്റ് ഓർത്തൊക്കെ ക്വസ്റ്റ്യൻ വരും കേട്ടോ. എക്സാമ്പിൾസ് ഫുവ് അല്ലേ? വ്. നമ്മളെ മുകളിലും ഒരു വ് പറഞ്ഞല്ലോ, ഏതായിരുന്നു വ്? ആ വ് ഏതാ? അത് ഉവ്. അത് നമ്മളെ അത് രണ്ടും നമുക്ക് രണ്ടും ഒന്നിനെ കാരം, പക്ഷെ രണ്ടും ഒന്നല്ല സംഭവം. അത് ലിപ്പ് റൗണ്ടിങ് എന്ന സാധനമാണ്. അത് നമ്മള് ലിപ്പ് റൗണ്ട് ഇടും. ഇതാണെങ്കിലോ വ്. രണ്ടും മാറ്റുണ്ട് കേട്ടോ. അപ്പൊ ലേബിളിന് പഠിച്ചോ. അടുത്ത ഏതാണ്? ഡെന്റൽ. എന്താ ഡെന്റൽ എന്ന് പറഞ്ഞാ? ടിപ്പ് ഓഫ് ദി ടങ് ആൻഡ് അപ്പർ ഫ്രണ്ട് ടീത്ത്. നിങ്ങൾ ഓർത്ത് വെക്കണം, ഓരോ സംഭവങ്ങളിലും ഉപയോഗിക്കുന്ന ആർട്ടിക്കുലേറ്റേഴ്സ് എപ്പോഴും ഓർത്ത് വെക്കണം കേട്ടോ. വാട്ട്സ് ആർട്ടിക്കുലേറ്റർ? എന്താ വാട്ട്സ് ആർട്ടിക്കുലേറ്റർ? എവിടുന്ന സൗണ്ട് ഉണ്ടാവണെന്ന് പറഞ്ഞ അല്ല, നമ്മള് ആ സൗണ്ട് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഓർഗൻസ് ആർട്ടിക്കുലേറ്റേഴ്സ് കേട്ടോ. ഓക്കെ. അടുത്ത നോക്കാം. ആർട്ടിക്കുലേറ്റേഴ്സ് ഇൻവോൾവ്ഡ് ടിപ്പ് ഓഫ് ദി ടങ് ആൻഡ് അപ്പർ ഫ്രണ്ട് ടീത്ത്. പറഞ്ഞോണി ത് പറഞ്ഞോണി. എന്താണ് ഉപയോഗിച്ചത്? ടിപ്പ് ഓഫ് ദി ടങ് ആൻഡ് അപ്പർ ഫ്രണ്ട് ടീത്ത്. ചിലപ്പോ നമ്മൾ ഉണ്ടാക്കുമ്പോ എന്ത് ചെയ്യും? അത് അപ്പർ ഫ്രണ്ട് ടീത്തിൽ തട്ടും. അപ്പം ടീത്ത് പോയി തട്ടും ഇല്ലേ? എന്ന് പറഞ്ഞോ കാണി. സർ ആർട്ടിക്കുലേറ്റേഴ്സ് എന്ന് പറയുമ്പോ നമ്മള് ഇതല്ലേ എവിടുന്ന സൗണ്ട് ഉണ്ടാവണെന്ന്? അതല്ല ആർട്ടിക്കുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാല്, ആർട്ടിക്കുലേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആ സൗണ്ട് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന എന്ത് മൗത്തിൽ ഓർഗൻസ് എടുക്കുന്ന പേരാണ് ആർട്ടിക്കുലേറ്റേഴ്സ്. ഓക്കെ. അത് നമുക്ക് രണ്ട് ആർട്ടിക്കുലേറ്റേഴ്സ് ഉണ്ട്. ആക്റ്റീവ് ആർട്ടിക്കുലേറ്റേഴ്സ്, പാസീവ് ആർട്ടിക്കുലേറ്റേഴ്സ്. പഠിച്ചു ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? മൂവ് ചെയ്യുന്നത് ആക്റ്റീവും മൂവ് ചെയ്യാത്ത പാസീവും. ഇപ്പൊ അപ്പർ ഫ്രണ്ട് ടീത്ത് എന്താ ആർട്ടിക്കുലേറ്ററാ? അപ്പർ ഫ്രണ്ട് ടീത്ത് പാസീവ് ആണ്. അതിന് പ്രത്യേകിച്ച് ഉപയോഗമില്ല. ഉപയോഗം ഉണ്ടെങ്കിലും അത് ആക്റ്റീവായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന സാധനമല്ല. അതാണ് ആർട്ടിക്കുലേറ്റർ കേട്ടോ. ക്ലിയർ അല്ലേ? ഡെന്റൽ റെഡിയാണോ? ഡെന്റൽ ഞാൻ പറഞ്ഞോട്ടെ. ഓക്കെ, റൈറ്റ്, അടിപൊളി. പോയതല്ലോ, ഡിസ്പ്ലേ പോയോ? ഓക്കെ. അടുത്ത് നോക്കാം. ആൽവിയോളാർ. എന്താ ആൽവിയോളാർ? പഠിച്ചോർമ്മയുണ്ടോ? ടീത്ത് റിഡ്ജിന്റെ വേറെ പേരെന്ത്? ആൽവിയോളാർ റിഡ്ജ് അല്ലെങ്കിൽ ആൽവിയോളം. അപ്പൊ എന്തേ കാരണം? ടിപ്പ് ഓർ ബ്ലേഡ് ഓഫ് ദി ടങ് ആൻഡ് ആൽവിയോളാർ റിഡ്ജ്, ദ ബോണി റിഡ്ജ് ബിഹൈൻഡ് ദ അപ്പർ ടീത്ത്. അപ്പൊ ഓർത്ത് ചൊല്ലി ടിപ്പോ അല്ലെങ്കിൽ ബ്ലേഡോ രണ്ടും കൊണ്ട് നമ്മൾ ഉണ്ടാക്കാൻ പറ്റും. അത് ഉണ്ടാക്കാറുണ്ട്. അത് ഈ പറഞ്ഞ ഈ ആൽവിയോളാർ സൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സൗണ്ട് നമ്മൾ ടി എന്ന് പറഞ്ഞ സൗണ്ട് നമ്മൾ ഉണ്ടാക്കുന്നത് എന്താണ്? ടിപ്പ് കൊണ്ടാണെങ്കിൽ ചിലപ്പോൾ അടുത്ത സൗണ്ട് ബ്ലേഡ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുക. ബ്ലേഡ് എന്ന് പറഞ്ഞാൽ എന്താ? ടിപ്പിന് തൊട്ട് ബാക്കിലുള്ള പോർഷൻ വിളിക്കുന്ന നമ്മൾ ടിപ്പ് ബ്ലേഡ് വിളിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഡ സൗണ്ട് ആക്കുമ്പോ എന്ന് പറയുന്ന സമയത്ത് നമ്മള് ഉണ്ടാക്കിയോ? അപ്പൊ ഓരോ സൗണ്ട് ആക്കുമ്പോഴും ടിപ്പും ബ്ലേഡും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറൻസ് ഉണ്ടാവും. ഒരു സൗണ്ട് ടിപ്പാണ്, ഒരു സൗണ്ട് ബ്ലേഡ് ചെയ്യാൻ ഉപയോഗിക്കാം.
പക്ഷെ ഉപയോഗിക്കുന്ന മറ്റേ ആർട്ടിക്കുലേറ്റർ ഏതേക്കാരം എപ്പോഴും ആൽവിയോളാർ റിഡ്ജ് ആയിരിക്കും അല്ലെങ്കിൽ ടീത്ത് റിഡ്ജ് ആയിരിക്കും. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ആസ് ആൽവിയോളാർ സൗണ്ടുകൾ. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? ഓക്കെ റൈറ്റ്. അടുത്തതാണ് എന്ത്? അപ്പൊ അത് കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് സ്റ്റേറ്റ് ഓഫ് ദി ഗ്ലോട്ടിസ് ഇൻഡിക്കേറ്റ്സ് വെദർ ദ വോക്കൽ കോഡ്സ്. ഇതെന്താ ഇങ്ങനെ വരുന്നേ? ഒരു മിനിറ്റ്. പോസ്റ്റ് ആൽവിയോളാർ ഇല്ലേ? അതിന് പോസ്റ്റൽ ബ്യൂറോ ഉണ്ട്. അത് ഇതെന്തോ അതെന്തായിരുന്നു പോസ്റ്റ് സബൂർ സബൂർ സബൂർ. എവിടുണ്ട് കുട്ടിമോൾ? നമ്മൾ പറഞ്ഞപ്പോ ലാസ്റ്റ് പറഞ്ഞിരുന്നു ആൽവിയോളാർ. ആൽവിയോളാർ. ഓക്കെ. ഇനി അടുത്താണ് എന്ത്? പോസ്റ്റ് ആൽവിയോളാർ സൗണ്ട്. എന്താ പോസ്റ്റ് ആൽവിയോളാർ? വാട്ട്സ് പോസ്റ്റ് ആൽവിയോളാർ സൗണ്ട്? എന്താ? ബ്ലേഡ് ഓഫ് ദി ടങ് ആൻഡ് റിയർ പാർട്ട് ഓഫ് ദി ആൽവിയോളാർ റിഡ്ജ്. എന്താടോ റിയർ പാർട്ട് ഓഫ് ദി ആൽവിയോളാർ റിഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് ദ ഹാർട്ട് പാലറ്റിന്റെ ആൽവിയോളാർ റിഡ്ജിന്റെ ആ ഒരു എൻഡ്. ഓക്കെ പറയും. എക്സാമ്പിൾ ഷ്, മറ്റേതാ ഷ് ഴ് മെഷ്. ച്ച് അടുത്തതോ ജ്. പറയ്. അല്ല മാറിയോ? പാലറ്റോ ആൽവിയോളാർ ആയോ സാറ്? ഇത് ഇല്ലല്ലോ. പോസ്റ്റ് ആൽവിയോളാർ ഒന്നല്ലേ ഉള്ളൂ? ഒരു മിനിറ്റ് നോക്കട്ടെ. മാത്രമേ ഉള്ളൂ. ഇത് വന്നിങ്ങനെ മാറിപ്പോയത് നോക്കട്ടെ കേട്ടോ. നോട്ട് വെച്ചിട്ടുണ്ടായിട്ടോ. പാലത്തിലും മാറിയിരുന്നു. പാലത്തിൽ ലീവായിട്ടല്ലേ? ഇത് പോസ്റ്റ് അല്ല, ഇത് പോസ്റ്റ്. ഇത് പാലറ്റ് ദിവസം ആണേ. പിന്നെ നോക്കട്ടെ. ആൽവിയോളാർ കഴിഞ്ഞാൽ നേരെ പോസ്റ്റ് വരണം. അപ്പോഴേ ഇങ്ങനെ കറക്റ്റ് ഓർക്കയ്യ. കൊടുത്തിട്ടുണ്ട്. These sounds are also called palato alveolar. അല്ല, അത് വേറെ സാധന. സർ പോസ്റ്റ് ആൽവിയോളാറും പാലറ്റ് ആൽവിയോളാറും സെയിം അല്ലേ? അത് രണ്ടും സെപ്പറേറ്റ് പഠിക്കണം നമ്മള്. അത് രണ്ടും ഒന്നാണ്. രണ്ടും ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട് അതില്. നോക്കട്ടെ. അതിങ്ങനെ നോട്ട് മാറ്റണം. നമ്മളൊരു കാര്യം ചെയ്യും. ഈ നോട്ടിൽ ചില ചേഞ്ച് വരുത്താനുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാ, ഒരു ചെറിയ സെഷൻ കൂടി നമ്മൾ ചെയ്യാം കേട്ടോ. ബാക്കിയുള്ള ഹെഡിങ് തിരിച്ചാ മതിയില്ലേ സാറിന്? തിരിച്ചാ പോരാ, മൊത്തം നോട്ട് മാറ്റണം. പേരുണ്ടല്ലോ. ഇതൊക്കെ ഞാൻ നോക്കിയിട്ടേ. എക്സ്പ്ലനേഷൻ കറക്റ്റ് സാറേ. ഇതൊക്കെ ഞാൻ ഒന്നും കൂടെ നോക്കട്ടെ. നോക്കിയിട്ടേ ഞാൻ നോക്കിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ടേ ഇൻഫോം ചെയ്യാം കേട്ടോ. ചെറിയ ചേഞ്ച് വരുത്താണ്ട് അതില്. സാർ വേഗം തീർത്തായിരുന്നു കേട്ടോ. തീർക്കാം.